ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ, നാഥാ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. കർത്താവേ, കർത്താവേ, വൻകൃപയാൽ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 3, കാഴ്ച ലഭിക്കുന്നതിന് കാഴ്ച ഉണ്ടെന്നും പറഞ്ഞ് നടക്കുക. നമ്മളെ കർത്താവ് പറഞ്ഞ കാഴ്ചയില്ല, നിനക്ക് കാഴ്ചയില്ല, നീ നിന്നെ കാണുന്നില്ല, മറ്റുള്ളവരെ നീ കാണുന്നുണ്ട്. അത് ദൈവത്തിന്റെ വഴിയല്ല. എന്നെ കാണാതെ മറ്റുള്ളവരെ കാണുന്ന ദൈവത്തിന്റെ വഴി അല്ല. അത് വിധിയാണ്, കുറ്റപ്പെടുത്തലാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങുക. കർത്താവിൽ നിന്നും ഒരു മഷി വാങ്ങിക്കണം, എങ്കിലേ കാഴ്ച ഉണ്ടാകൂ. ആരാ കാഴ്ച തരുന്നത്? നമ്മളെ കാണാൻ, ദൈവരഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് കൃപയും കാഴ്ചയും തരുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 16:8 പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നാൽ ഒരുവന് പാപബോധമുണ്ടാകും എന്ന് പറഞ്ഞാൽ അവനെ കാണാൻ, അവനെ അംഗീകരിക്കുവാനുള്ള കൃപ അവന് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. സമരിയാക്കാരി സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ അടുത്ത് ചെന്നു. യേശുക്രിസ്തു അടുത്ത് വന്നേച്ചും അവള് ചന്തയിൽ പോയി എന്താ പറഞ്ഞത്? ഞാൻ ആരാണെന്ന് കണ്ടു. യേശു എന്താ പറഞ്ഞത്? ഞാൻ ജീവന്റെ ജലം തരാം, പിന്നെ ദാഹിക്കത്തില്ല. അവിടെ ജലദാഹം മാറി. അവള് പറഞ്ഞു, ഞാൻ ആരാണെന്ന് കണ്ടു, നിങ്ങളും പോവുക. എന്റെ അർത്ഥം എന്താ? അവന്റെ അടുത്ത് എന്നാൽ അവന്റെ ജലങ്ങളൊക്കെ മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാകും. അപ്പോൾ കണ്ണിലെഴുതാനുള്ള മഷി കർത്താവിനോട് വാങ്ങിക്കണം. അതെങ്ങനെയാ കിട്ടുന്നത്? എങ്ങനെയാ കിട്ടുന്നത്? വചനം പറയുന്നത്, അവൻ സ്വന്തപ്പെട്ടവരുടെ അടുക്കിലേക്ക് വന്നു. ആരാ സ്വന്തം? ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ എങ്ങനെ? മുഴു ഹൃദയത്തോടെ സ്വീകരിക്കുന്നില്ലെങ്കിൽ, ജീവിതം കൊടുത്ത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, സ്വീകരിച്ചാലോ ദൈവമക്കളുടെ പദവി ആത്മാവിനെ വർഷിച്ചുകൊണ്ട്, പത്രോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവ മനസ്സാക്ഷി തന്നുകൊണ്ട്, ദൈവ മനസ്സാക്ഷിയാണ് നമ്മളെ കാണാൻ, മറ്റുള്ളവരുടെ വശങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ വേണ്ടത് ദൈവ മനസ്സാക്ഷിയാണ് കാഴ്ചയ്ക്ക് വേണ്ടത്. നമ്മുടെ മനസ്സാക്ഷി പക്ഷേ ലോക മനസ്സാക്ഷിയാണ്, നമ്മുടെ ബുദ്ധിയിൽ അധിഷ്ഠിതമാണ്. എന്നാൽ പത്രോസ് പറയുന്നു, ഇതൊരു കുളിയല്ല, ഒരു ചെളികളയലല്ല, ശുദ്ധ മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കൂ. യേശുവിന് ഹൃദയം കൊടുത്ത്, പരിശുദ്ധാത്മാവേ ദൈവ മനസ്സാക്ഷി എനിക്ക് തരണമേ, എന്നെ കാണാൻ, പ്രൈസ് ദി ലോർഡ്, എന്റെ കുടുംബത്തെ കാണാൻ, എന്റെ ഇടവകയെ കാണാൻ, എന്റെ വൈദികരെ കാണാൻ, എന്റെ സ്നേഹിതന്മാരെ കാണാൻ, എന്റെ പ്രശ്നങ്ങളെ കാണാൻ, എന്റെ കേസുകൾ കാണാൻ, അതിർത്തി തർക്കങ്ങൾ കാണാൻ, എന്റെ ആദായ മാർഗങ്ങൾ കാണാൻ ദൈവമേ നിന്റെ മനസ്സാക്ഷി എനിക്ക് നൽകണമേ. അപ്പോൾ നമ്മൾ കാഴ്ചയുള്ളവരായിട്ട് മാറും. നമ്മൾ പറയും, വീണ്ടും ജനിച്ചവരാ. ജനിച്ചു എന്ന് മനസ്സാക്ഷിയെ പരിശോധിച്ചാൽ അറിയാം. നമ്മുടെ ജീവിത വ്യാപാരങ്ങളിൽ നമ്മുടെ മനസ്സാക്ഷിയെ പരിശോധിക്കുന്നവർക്കറിയാം നമ്മൾ വീണ്ടും ജനിച്ചവരാണോ. നമ്മുടെ പ്രശ്നങ്ങളിൽ, കേസുകളിൽ, അന്ത്യഞ്ജനത്തിന് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മളെ അറിയാം നമ്മൾ മനസ്സാക്ഷിയുള്ളവരാണോ എന്ന്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, കാഴ്ച വേണം, കാഴ്ചയില്ലെങ്കിൽ അവൻ ധനികയല്ല, അവൾ ധനികയല്ല. പ്രൈസ് ദി ലോർഡ്. കൈയോർത്തുക. നല്ല മനസ്സാക്ഷി തന്ന് കാണാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ, നാഥാ, വൻകൃപയാൽ ഞങ്ങളെയെല്ലാം നിറയ്ക്കണമേ, നിറയ്ക്കണമേ. ഹല്ലേലൂയ.
അല്ലെ? കൈയുയർത്തി പ്രാർത്ഥിക്കുക. ബ്ലോക്ക് മാറട്ടെ. എല്ലാവരും കൈയുയർത്തി പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കൃപ ചൊരിയണമേ, കർത്താവേ കൃപ ചൊരിയണമേ, കർത്താവേ കൃപ ചൊരിയണമേ, കർത്താവേ കൃപ ചൊരിയണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കൈയെടുത്ത് കർത്താവിനെ സ്തുതിക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് പിന്നെ നമ്മോട് പറയുക, മക്കളെ, ഞാൻ നിങ്ങളിലൊരു വലിയ കാര്യം ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ അർത്ഥം ഇതാ: ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന് തെളിവെന്താ? നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ, എന്നെ മറന്ന് ജീവിക്കുമ്പോൾ, പ്രാർത്ഥന കുറയുമ്പോൾ, കുമ്പസാരമില്ലാതെ വരുമ്പോൾ, പള്ളിയോട് മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയും തകർച്ചയും ഉണ്ടാകുന്നില്ലേ? പ്രയാസമുണ്ടാകുന്നില്ലേ? ഇതാണ് മക്കളെ ഞാൻ സ്നേഹിച്ചോട് നിങ്ങൾക്ക് നൽകുന്ന ശാസനം, ശിക്ഷണം. ഹെബ്രായരുടെ പുസ്തകം 8-ാം അധ്യായം, ഹെബ്രായർ 12:5 എന്റെ മകനെ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുതേ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ കാലിൽ ഒരു മുള്ളു കൊള്ളണമെങ്കിൽ കർത്താവ് അറിയാതെ അത് സംഭവിക്കില്ല. മുള്ളു കൊണ്ടാൽ അത് കർത്താവ് അറിഞ്ഞ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഞാൻ കർത്താവിനെ ശിക്ഷണത്തിലൂടെ വിളിച്ചിരിക്കുന്നു. കാലൊടിഞ്ഞു, സമ്പത്ത് തകർന്നു, വിവാഹ തടസ്സം, എന്ത് മനസ്സിലാക്കിക്കൂ, കർത്താവ് തള്ളിക്കളയുകയല്ല, കർത്താവ് ശിക്ഷണം അനുവദിച്ചിരിക്കുന്നു. കർത്താവ് കുടി നിർത്തുന്നില്ല. ഭാര്യയെ, നിനക്കിന്നെയും വിശുദ്ധ ജീവിതത്തിൽ വളരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഭാര്യയ്ക്ക് കുഴപ്പം, ഭർത്താവിനെയും വളരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മകനെ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യരാകരുതേ. ഒരാളെ തട്ടാൻ വേണ്ടി പോയ വഴിക്ക് വീണ് കാലം ഒടിഞ്ഞു. കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുതേ. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്നേഹിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ആർക്കാ പ്രഹരം? മക്കളായി സ്വീകരിക്കുന്നവർക്ക് പ്രഹരം. കർത്താവിന് പ്രഹരമുണ്ടോ? വാട്ട് ഇറ്റ് മീൻസ്, ഞാനും നിങ്ങളും കർത്താവിന്റെ മക്കളാണ്. സ്നേഹമുണ്ടെങ്കിൽ ശിക്ഷണം നൽകും, മക്കളാണെങ്കിൽ പ്രഹരം നൽകും. പ്രൈസ് ദി ലോർഡ്. എന്റെ മുട്ടിന് 2 ജോയിന്റ്സ് ഇളകി കിടക്കുന്ന, മുട്ടിന് 2 ജോയിന്റ്സും ഇളകി കിടക്കുന്ന, പ്രൈസ് ദി ലോർഡ്, അതിനൊക്കെ ഒരു ആവശ്യമുണ്ട്. അതൊക്കെ ഒരു കൊളുത്ത കർത്താവിന്റെ. ദൈവജനമേ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുതേ. അറ്റാക്കുണ്ടായി, ധ്യാനിക്കാൻ പോകത്തില്ല. മെഡിക്കൽ കോളേജ് മാറില്ല, കുഴപ്പമില്ല, ധ്യാനിക്കാൻ പോകത്തില്ല. കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുതേ. വീട്ടിൽ പ്രശ്നം മാറുന്നില്ല, ധ്യാനിക്കാൻ പോകല്ലേ. കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുതേ. അവിടുന്ന് മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ഇനി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 2 മക്ബയർ 6-ാം അധ്യായത്തില് 12 മുതലുള്ള വാക്യങ്ങൾ. ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ ഭഗ്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ
നാശത്തിനല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല, നാശത്തിനല്ല. നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാശത്തിനല്ല. അടുത്തത്, അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിന്റെ ലക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. മന്ത്രവാദത്തിന് പോയ വഴിയെ കാലൊടിഞ്ഞു പോയി. മന്ത്രവാദം കഴിഞ്ഞു വന്നു, 50,000 കൊടുത്തു പോയി. യഥാർത്ഥത്തില് ശിക്ഷിക്കുന്നത് വലിയ കാരുണ്യത്തിന്റെ ലക്ഷണമാണ്. എന്നിട്ട് പറയുന്നു, ഇതര ജനതകളെ, കർത്താവിന് വേണ്ടി ദാഹിക്കാത്ത, ഹൃദയം കൊടുക്കാത്ത ദുഷ്ടഹൃദയമുള്ളവരെ, അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നവരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാൽ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത്. നമ്മൾ പാപപാരമ്യത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവിടുത്തെ കാരുണ്യവും ഒരിക്കലും നമ്മിൽ നിന്നും പിൻവലിച്ചിട്ടില്ല, നമുക്ക് ശിക്ഷണം നൽകുന്നു എന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം കർത്താവിന് ശിക്ഷണമായി കണ്ട് എന്തു വേണം? അതുകൊണ്ട് കർത്താവിന് ശിക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തീഷ്ണതയുള്ളവനാകുക. അപ്പോൾ ശിക്ഷണം ഉണ്ടാകുന്നത് എന്തു കുറയുമ്പോഴാ? തീഷ്ണത കുറയുമ്പോൾ. എന്തിനുള്ള തീഷ്ണത? പെട്ടെന്ന് കഞ്ഞി വെക്കാനുള്ള തീഷ്ണതയാണോ? അതൊക്കെ ഭൗതിക കാര്യങ്ങൾ, അതൊക്കെ വേണം, വീട്ടിലെ കാര്യങ്ങൾ. ദൈവകാര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ തീഷ്ണതയില്ല, കുമ്പസാരിക്കാൻ തീഷ്ണതയില്ല, സ്തുതിക്കാൻ തീഷ്ണതയില്ല, ബൈബിൾ കൊണ്ടുവരുവാൻ, ധ്യാനം കൂടാൻ, ധ്യാനത്തിന് പറഞ്ഞയക്കാൻ, കർത്താവിനെ കുറിച്ച് പറയാൻ, പ്രാർത്ഥിക്കാൻ, ഇടവയിൽ പ്രാർത്ഥനായോഗത്തിന് വരാൻ തീഷ്ണതയില്ലാതെ വരുമ്പോൾ ശിക്ഷണമുണ്ടാകും. അതുകൊണ്ട് തീഷ്ണതയുള്ളവനാകുക, അനുദപിക്കുക.